CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിൽ അപാകത കണ്ടെത്തിയതോടെ പ്രധാനമന്ത്രിക്ക് പരാതി നൽകി വിദ്യാർത്ഥികൾ. സ്കാൻ ചെയ്ത ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തിയപ്പോൾ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പോഴും പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റുകളിലെ പ്രശ്നങ്ങൾ തുടരുന്നുവെന്നും പരീക്ഷാ പേപ്പറിന്റെ പകർപ്പെടുക്കുന്നതിന് ഉയർന്ന ഫീസ് ഈടാക്കുന്നുവെന്നും കുട്ടികൾ പരാതിപ്പെടുന്നു. CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിൽ അപാകത കണ്ടെത്തിയോടെ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഇന്നലെ ഈ ഒരു സൈറ്റ് കംപ്ലൈന്റ് ആയതുമൊക്കെ വലിയൊരു ചർച്ചയായിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടാക്കിയിരുന്നു. സ്കാൻ ചെയ്ത ഉത്തരക്കടലാസുകളൊക്കെ മൂല്യനിർണ്ണയം നടത്തി നോക്കിയപ്പോൾ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളോടുകൂടിയാണ് കുട്ടികളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു വിഷയം. ഇപ്പോൾ എന്തായാലും ഇപ്പോഴും മൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റുകളിലെ പ്രശ്നങ്ങളൊക്കെ തുടരുകയാണ്. കുട്ടികൾ ഫീസ് അടച്ചതിന് ശേഷം ഈ വെബ്സൈറ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ ആശങ്കയിലായിരുന്നു. ഈ ഒരു പിഴവൊക്കെ പരിഹരിക്കുമെന്നും CBSE പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പരീക്ഷാ പേപ്പറിന്റെ പകർപ്പെടുക്കുന്നതിന് ഉയർന്ന ഫീസ് ഈടാക്കുന്നുവെന്നും കുട്ടികൾ പരാതിപ്പെടുന്നുണ്ട്.